ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും റവയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു കിടിലൻ പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നല്ല പോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 എണ്ണമാണ് വേണ്ടത്. ഇനി ഈ 2 നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എടുക്കുന്ന ഈ ഒരു 2 നേന്ത്രപ്പഴത്തിന് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ നേന്ത്രപ്പഴം എടുക്കുന്നത് അതിനനുസരിച്ച് നോക്കിയിട്ട് കണക്കാക്കി കുട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുപ്പ് കൂടിയ പഴം ഈ പലഹാരത്തിന് വേണ്ടി എടുക്കരുത്, അപ്പോൾ അതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും. ഇപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരം കുറച്ച് കളറായിട്ട് കിട്ടാനും കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണോളം അളവിലുള്ള റവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1 ടേബിൾ സ്പൂൺ അളവാണിത്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിൻ്റെ 3/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്, പഴത്തിൻ്റെ മിക്സ് ഇതിൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ച് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക, എന്നാലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകം ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.